ഗൈസ് നമസ്കാരം. ബിബി ഇന്നലത്തെ എപ്പിസോഡും കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് വന്നത്. എപ്പോഴും ലൈവ് ആയിട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. സോ ആര് എവിക്റ്റ് ആവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടി. ആര്യൻ എവിക്റ്റഡ്. ആര്യന്റെ ഫാമിലിയൊക്കെ പറയുന്നത് ഇത് അൺഫെയർ ആണെന്നാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിലും ഔട്ട് ആവേണ്ട സമയത്ത് ഔട്ടായുമില്ല. പിടിച്ച് നിന്ന് ഗെയിം കളിക്കുന്ന സമയത്ത് ഔട്ടായി. ഓക്കെ, അതിപ്പം അതിന്റെ വശങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ പണപ്പെട്ടി ടാസ്ക്, ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്ന് നെവിനോട് പറഞ്ഞത് ഇതായിരുന്നു. പണപ്പെട്ടി ടാസ്ക് എടുക്കാൻ പാടില്ല എന്ന്. അക്ബറും നെവിനും ഇപ്പം ജയിലിലാണ്. ആക്ച്വലി നെവിന്റെ ഫേസ് എക്സ്പ്രഷനിൽ നിന്നും മറ്റും എനിക്ക് ഓക്കെ ഫൈൻ, ഓക്കെ ലാലേട്ടാ എന്നും പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും പണപ്പെട്ടിയിലോട്ട് ഒരു കണ്ണ് നെവിന് ഉണ്ടായി കാണും. നമുക്ക് ഇവിടെ നിന്ന് ഇതാണോ ഇത്ര വലിയ സംഭവം എന്നുണ്ടെങ്കിലും അവർ അതിന്റെ ഉള്ളിൽ ഇവരുടെ സംസാരവും കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളും ഇവരുടെ മൈൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നവരാണ് ക്രിയേറ്റേഴ്സ്. സോ ഇതാണ് പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു 8ന്റെ പണി ഈ 7ന്റെ പണിയുടെ സീസണിൽ എന്നുള്ളത് മനസ്സിലായതുകൊണ്ടായിരിക്കും പണപ്പെട്ടി ടാസ്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. കാരണം ഒരു തവണ പുറത്തു പോയി വന്നതിന് ശേഷം പ്രേക്ഷക വോട്ടില്ലാതെ പുറത്തോട്ട് പോണേക്കാൾ ഭേദം പണപ്പെട്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങുക തന്നെയാണ്. ആൻഡ് നെവിന്റെ വേ ഓഫ് തിങ്കിങ് ലൈക്ക് മേബി അവിടെയുള്ള പലവരുടെയും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ടായിരിക്കും ആ പ്ലാൻ 8ആയിട്ട് പൊട്ടി. അപ്പം പണപ്പെട്ടി ടാസ്ക് കൊടുക്കാൻ പാടില്ല. പിന്നെ പലരുടെയും ചോദ്യം ഇതാണ്, നെവിന്റെ ഈ ഒരു സേവ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രേക്ഷക വോട്ട് ചെയ്തിട്ടും എങ്ങനെ നെവിൻ അവിടെ സേവായിട്ട് നിന്നു, എങ്ങനെ ആരും എവിക്റ്റായി എന്നുള്ളൊരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ടാസ്കിൽ നന്നായിട്ട് കളിക്കുന്നു അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് സംസാരിക്കുന്നു എന്നതിലല്ല കാര്യം. ഇപ്പൊ കഴിഞ്ഞ സീസണിലും അതിന്റെ മുമ്പത്തെ സീസണിലേക്ക് ജയിച്ചവരാണെങ്കിലും കുറെ കാലം ദിവസം നിന്നവരാണെങ്കിലും അവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരിലോട്ടൊരു ബോണ്ട് അവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഷ്ടം തന്നെയാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്. ഇപ്പൊ അഖിൽ മാരാറാണെങ്കിലും അതല്ലെങ്കിൽ ഇപ്പൊ ജിൻഡോ ആണെങ്കിലും അല്ലെങ്കിൽ റോബിനൊക്കെ ടാസ്ക് വൈസ് ആണെങ്കിലും ഗെയിം വൈസ് ഒക്കെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പ്രേക്ഷകരോടൊരു ഇഷ്ടം റോബിൻ അവിടെ സ്ഥാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് റോബിൻ അവിടെ നിന്നതും ഇതുപോലെ ഈ കണ്ടസ്റ്റൻസ് ഒക്കെ നിന്നതും. അപ്പൊ അതേപോലെ നെവിനെ സംബന്ധിച്ചിടത്തോളം നെവിനെ ഇഷ്ടപ്പെടുന്ന, നെവിനെ ആ ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെടുന്ന പ്ലസ് അനുവിനോടുള്ള ഒരു ദേഷ്യവും കൂടി ആയിട്ടുള്ള കോമ്പവും കൂടി ആകുമ്പോൾ നെവിന് ഇപ്പുറത്ത് വോട്ട് ലൂസാവുന്നതിന്റെ അപ്പുറം തന്നെ ഇപ്പുറത്ത് വോട്ട് കയറുന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാതെ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കാൻ ചാൻസ് ഇല്ലല്ലോ. ആര്യൻ ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, ആര്യൻ നന്നായിട്ട് ഗെയിം കളിച്ചു. പക്ഷെ ആര്യൻ ഗിസയിൽ അല്ലെങ്കിൽ ആര്യൻ പ്രേക്ഷകരായിട്ടൊരു ബോണ്ടിങ്, പ്രേക്ഷകരായിട്ടൊരു കണക്ഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രേക്ഷകരായിട്ടുള്ള ഒരു കണക്ഷൻ ആ ഒരു ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യില്ല. സോ അതേപോലെ തന്നെ ഈ വോട്ട് എന്ന് പറയുന്നത് ടാസ്കും അവിടെ വർത്താനവും മാത്രമല്ല, ഹ്യൂമാനിറ്റി, ക്യാരക്ടർ, കോമൺ സെൻസ്, ഇന്റലിജൻസ്, ഹെൽത്തി ആർഗ്യുമെന്റ്, ഹെൽത്തി ഫൈറ്റ്, ഹെൽത്തി ഡിബേറ്റ്, എല്ലാത്തിലും ഈ ഹെൽത്തി ജെനുവിൻ എത്തിക്സ് എന്നൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആളുകൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ PR ഉണ്ടെന്ന് പറയുന്നു, അനുവിന്റെ PR ആണ് ആര്യനെ പുറത്താക്കിയെന്ന് പറയുന്നു. ആര്യൻ തന്നെ അവിടെ സംസാരിക്കുന്നുണ്ട്, അനുവിന്റെ PR-ന് പേടി ഉണ്ടായിരുന്നു, അനുവിന്റെ PR ആര്യനെ അപ്രോച്ച് ചെയ്തിരുന്നു. സോ എല്ലാ രീതിയിലും അനുവിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ PR-കളുടെയും പണി എന്താണ്? ജനങ്ങളുടെ അടുത്തേക്ക് കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇട്ടുകൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് എന്ത് തോന്നണം? ആരെയാണോ ഇട്ടുകൊടുക്കുന്നത്, ഏത് കണ്ടസ്റ്റന്റിനാണോ ഇട്ടുകൊടുക്കുന്നത്, ആ കണ്ടസ്റ്റന്റിനോട് ഒരു ഇഷ്ടം വേണം, ഒരു കണക്ഷൻ വേണം. ഇപ്പോ ഒരാളുടെ അടുത്ത് നിന്നിട്ട് അനുമോള് നല്ല ഗെയിമറാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയണേ അനുമോള് വൻ ദുരന്തമാണ്, അനീഷാണ് എന്ന് പറയുമ്പം ഈ പറഞ്ഞ അനുമോളോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഒരു കടമയായിട്ട് മാറുകയാണ് അനുമോൾക്ക് വോട്ട് ചെയ്യണം, അനുമോള് ജയിക്കണം എന്നുള്ളത്. സോ എല്ലാം ഒരു ജനവിധിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ PR ഉണ്ടെങ്കിൽ എന്തോ വാരമാണെങ്കിലും അത് ഇട്ട് കൊടുക്കുമ്പോൾ പ്ലസ് അതിന്റെ ഉള്ളിലെ കണ്ടസ്റ്റന്റ് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കണം. ഈ കണ്ടന്റ് പുറത്തോട്ട് കൊടുത്തതിന് ശേഷം ഇത് ആളുകളിലോട്ട് ഇഷ്ടപ്പെടണം. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാലേ അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു കൂട്ടം ആൾക്കാർ നെവിൻ, ഞാൻ അടക്കം പറഞ്ഞു നെവിൻ ഭയങ്കര ഓവറായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ നെവിനെ ഇഷ്ടപ്പെടുന്ന ഇത് ചെയ്യും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ടായിരുന്നു. ആര്യൻ നല്ല ഗെയിമറല്ലേ, ആര്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ, പക്ഷെ ആര്യനും പുറത്തുള്ള പ്രേക്ഷകരായിട്ട് മേ ബി ഒരു കണക്ഷൻ ഉണ്ടാവില്ലായിരിക്കും. സോ പല സിറ്റുവേഷനിലും ഈ അൺഫെയർ എന്ന് നമ്മൾ പറയുന്ന പദപ്രയോഗം എനിക്ക് തോന്നുന്നു നന്നായിട്ടൊരു ഗെയിമർ എന്നതിലുപരി പ്രേക്ഷകരായിട്ട് ജനങ്ങളിലോട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കണം എന്ന് ഒരു കാര്യം കൂടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ചിന്തിക്കേണ്ടതാണ്. ഇപ്പൊ റിയാസിന് ഈക്വൽ ടു നെവിൻ എന്നുള്ള രീതിയിൽ ചാലഞ്ചറായിട്ട് കയറുന്നേ ഇതുപോലത്തെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുകളുണ്ട്. ആക്ച്വലി അതാണ് സംഭവിക്കുന്നത്, മനസ്സിലായി. സോ ആര്യൻ എവിക്റ്റഡ് ആണ്. ഇനിയിപ്പം ലൈക്ക് നോറ നേരെ ഫിനാലയിലോട്ട് കയറി. ഇനിയുള്ള ഇപ്പൊ ഷാനവാസ് വന്നു. ഷാനവാസിന് ഈ പറഞ്ഞ മാതിരി ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ഓക്കെയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചു ഈ ഒരു എന്താണ് ആക്ച്വലി സംഭവിച്ചെന്നുള്ള ഡിസ്കഷൻ നടക്കുന്ന, ആ ഡിസ്കഷൻ നടന്നില്ല. എനി ഹൗ ഹീ ഈസ് സേഫ്. സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.